ആ സമയത്ത് അന്യഗ്രഹജീവി അവർക്കൊരു പേപ്പർ കാണിച്ചു. ആ പേപ്പറിലെ 7 പൂച്ചകളുടെ പടമായിരുന്നു. അപ്പൊ അപ്പൂപ്പൻ അത് കണ്ടിട്ട് സ്പേസിൽ അവൻ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നതാണെന്ന് വിചാരിച്ചു. സംഭവം എന്താന്ന് വെച്ചാൽ അവൻ 7 പൂച്ചകളെ വേണം. അടുത്ത ദിവസം അവര് വീട്ടുമുറ്റത്ത് ഒരു പൂച്ച മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. നോക്കിയാൽ ആ പൂച്ചക്കുട്ടിയുടെ ശരീരത്തിൽ ടയറിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അന്യഗ്രഹജീവി അവർക്ക് മറ്റൊരു പേപ്പർ കൊടുത്തു. അതിനുള്ളിൽ ഇപ്പോ 6 പൂച്ചകളുടെ ചിത്രവും അവന്റെ UFOയുടെ പടമാണ് ഉണ്ടായിരുന്നത്. എന്താന്ന് വെച്ചാൽ അവന്റെ UFO ഇനി സ്റ്റാർട്ട് ആകണമെങ്കിൽ ഇനി 6 പൂച്ചകളെ കൂടി വേണം എന്ന് അപ്പൂപ്പന് പിന്നെ പന്തികേട് തോന്നി അവരെ വീട് മുഴുവൻ പരിശോധിക്കുകയാണ്. അപ്പൊ അവിടെ നിന്നും ഇവിടെ നിന്നുമായിട്ട് അവർക്ക് 7 ചത്ത പൂച്ചകളെ കിട്ടുന്നു. ശേഷം ആ പൂച്ചകളെ കൂട്ടിയിട്ടിട്ട് ഏലിയൻ ഒരു സിൽവർ തുണിയെടുത്തിട്ട് അതിനെ മൂടി. അടുത്ത നിമിഷം തന്നെ ആ പൂച്ചകൾ അനങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ പൂച്ചകൾ ആ സിൽവർ തുണിയുമായിട്ട് ചുറ്റിപ്പിണയാണ്. എന്നിട്ട് നോക്കിയാല് അതിന്റെ രൂപം ഇപ്പോൾ ട്രാൻസ്ഫോം ആയിട്ട് ഒരു ചുവന്ന കല്ലായിട്ട് മാറി. ഉടനെ ഏലിയനെ കല്ലെടുത്ത് അവന്റെ UFOയ്ക്കുള്ളിൽ വെച്ചു. അപ്പോ തന്നെ UFO സ്റ്റാർട്ടായിട്ട് മേളിലേക്ക് പൊങ്ങി. എന്നാൽ അതേസമയം ഗവൺമെന്റ് ഇതെല്ലാം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഏലിയനെ പിടിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയച്ചു. ആ സമയത്ത് ഏലിയൻ ഷിപ്പിന്റെ വാതില് തുറക്കുകയാണ്. ഉടനെ ഏലിയൻ ഭൂമി വിട്ട് അവന്റെ ലോകത്തേക്ക് പോവാൻ ഒരുങ്ങി. ഇത് കണ്ട മുത്തശ്ശനും മുത്തശ്ശിമാർക്കും ഭയങ്കര വിഷമം തോന്നുകയാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് അപ്പൂപ്പനും മുത്തശ്ശിമാരും കൂടെ അവന് ഗിഫ്റ്റുകൾ കൊടുക്കുകയാണ്. എന്നാൽ അടുത്ത സെക്കൻഡിലെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്യഗ്രഹജീവി അവരെ ആ UFOയിൽ കയറാനായിട്ട് വിളിച്ചു. അപ്പൊ ഏലിയന്റെ കൂടെ പോവാനായിട്ട് അവരും ഓക്കെ പറയാണ്. ആ സമയത്ത് പെട്ടെന്ന് അപ്പൂപ്പൻ ഒരു കോള് വരുന്നു. ആരാന്ന് വെച്ചാല് അത് അപ്പൂപ്പന്റെ മകളായിരുന്നു. ഉടനെ അവള് അച്ഛന് സുഖമാണോ എന്നും ആരോഗ്യം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ മകളോട് സംസാരിച്ചു കഴിഞ്ഞതും അച്ഛൻ അവിടുന്ന് പോകാനായിട്ട് ഭയങ്കര വിഷമം തോന്നി. ആ സമയത്ത് പെട്ടെന്ന് വീടിന്റെ ഡോറിൽ ആരോ തട്ടിക്കൊണ്ടിരുന്നു. തമ്പ ഏരിയനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഓഫീസേഴ്സ് അവിടെ വന്നിരുന്നു. ഉടനെ അപ്പൂപ്പൻ ബാക്ക് ഡോർ വഴി പെട്ടെന്ന് അമ്മൂമ്മമാരെയും കൂട്ടി UFOയിൽ കയറി. ശേഷം അവര് സ്പേസിലേക്ക് പറന്നു പോയി.